ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജിതാസ് ഉപ്പൂസ് ഒഫീഷ്യൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഉച്ചക്കത്തെ ലഞ്ച് വിശേഷങ്ങളൊക്കെ ആയാലോ. അപ്പോൾ അമ്മ ഇന്നൊരു സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നതാണ് മത്തൻ്റെ ഇലയാണ് പറിക്കുന്നത്. അപ്പോൾ ഇനി കർക്കിടക മാസത്തിൽ നമ്മുടെ വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ ഇലകളും അമ്മ പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഇന്ന് കുറച്ച് വെറൈറ്റി പരീക്ഷണമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ കർക്കിടകത്തിലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ മത്തൻ്റെ ഇല, പിന്നെ അടുത്തത് കുമ്പളത്തിൻ്റെ ഇല കേട്ടോ. കുമ്പളത്തിൻ്റെ ഇല പറിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നിലത്ത് പരന്ന് കിടക്കുന്ന ഈ ഒരു ഇലയാണ് കൊടവൻ എന്ന് പറഞ്ഞ സാധനമാണ്, അതിൻ്റെ ഇലയാണ്. അപ്പോൾ അതും നല്ല ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. പിന്നെ അത് ഈ ഒരു സാധനം പണ്ട് നമ്മളെയൊക്കെ മേത്ത് മുട്ടിക്കഴിഞ്ഞാൽ ചൊറിയണോണ്ട് നമ്മൾ ആ ഒരു വഴിയൊന്നും പോകാറുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് പോലും തോരൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചൊറിയണമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാന്താരിയുടെ ഇലയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ ഇലകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പത്തില തോരനാണ്. അപ്പോൾ പത്തില തോരന് 10 ഇലകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറിക്കുന്നത് കാന്താരി മുളകിൻ്റെ ആ ഒരു തളിരിലയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മൾ തളിരിലയാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ചൊറിയണായാലും നമ്മൾ ചേമ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചൊറിച്ചിലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ തളിരിലകൾ നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ 10 ഇലക്കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇലകളും നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് പറിച്ചെടുക്കുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് വേണ്ടത് ചേമ്പാണ്. ചേമ്പിൻ്റെ ചെറിയ തളിരിലയാണ്. അപ്പോൾ ഈ ഒരു ചേമ്പ് സാധാരണ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ചൊറിച്ചിലുണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൻ്റെ തളിരില നോക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ചേമ്പിലയുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചിലകൾക്കെല്ലാം വളരെ ഔഷധ ഗുണമുള്ളതാണ്. അതുകൊണ്ടാണ് കർക്കിടകത്തിൽ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ കർക്കിടകം എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തൊക്കെ കൂടുതൽ നമ്മൾ നോക്കുന്ന ഒരു ടൈം കൂടിയാണ്. രോഗപ്രതിരോധ ശേഷി നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഇലക്കറികളും അതുപോലെ തന്നെ കർക്കിടക കഞ്ഞിയും എല്ലാം കുടിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഴക്കാലമായതുകൊണ്ട് രോഗങ്ങളെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കർക്കിടകത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ആ ഒരു കർക്കിടക ടൈമിൽ ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതാണ് ഈ ഒരു ചീര എൻ്റെ ഒരു ഫേവറേറ്റ് ആട്ടോ. നമ്മുടെ നാട്ടിലെ മൈസൂർ ചീര എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെ പേരുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പണ്ടൊക്കെ ഈ ഒരു ചീര കഴിച്ചാൽ ക്യാൻസർ വരുമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എല്ലാവരും ഈ ചീര കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ തഴുതാമയുടെ ഇലയാണ്. അപ്പോൾ ഇതും നമ്മൾ പത്തില തോരനിൽ യൂസ് ചെയ്യും. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഈ ഒരു പച്ചച്ചീര. അപ്പോൾ ഈ ഒരു ചീര എല്ലാവർക്കും അറിയാവുന്ന ചീരയാണ്. അപ്പോൾ അതിൻ്റെ ഇലയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചീരയുടെ തന്നെ 3 വെറൈറ്റിയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളുടെ വീട്ടിലുള്ളതാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഈ ഒരു ചീര എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാമായിരിക്കും. നമ്മുടെ ഫേമസ് യൂട്യൂബറിൻ്റെ വീഡിയോയിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരയാണ് നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊന്നാങ്കണ്ണി ചീരയും വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പത്തില തോരന് യൂസ് ചെയ്യുന്നത്. പച്ചച്ചീര, കാന്താരി, ചൊറിയണം, കൊടവനില, മത്തനില, കുമ്പളത്തിൻ്റെ ഇല, ചേമ്പിൻ്റെ തളിരില, മൈസൂർ ചീര, പൊന്നാങ്കണ്ണി ചീര, ഇത് തകരല്ലേ അമ്മ, ഇത് തഴുതാമ. ഇനി ഈ ഇലകളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഈ ഇലകളിലൊക്കെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം മൾബറിയുടെ റെസിപ്പി ഉണ്ടായല്ലോ, സെയിം റെസിപ്പിയിൽ തന്നെയാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ചതിന് ശേഷം ഉള്ളി, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇടിച്ച മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്.
അതിനുശേഷം തേങ്ങ ചിരകിയതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പത്തില തോരൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കറിയുടെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൾബറി തോരൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് വെക്കണം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ പത്തില തോരനും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം, എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ഇതൊക്കെ മിക്സ് ചെയ്ത് തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ കറിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 2 സ്പെഷ്യൽ ഗസ്റ്റുകളും കൂടി ഉണ്ട്. അപ്പോൾ അമ്മയുടെ ബ്രദറും ആൻറ്റിയാണ്. അപ്പോൾ അമ്മാവനും ആൻറ്റിയാണുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പെട്ടെന്ന് ഈ ഒരു റെസിപ്പി ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മളിതാ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ നമ്മൾ ആര് വന്നാലും നമ്മൾ ഈ ഒരു പുറത്തൊരു ടേബിൾ ഇട്ടിട്ട് കുറച്ച് വെട്ടവും വെളിച്ചവും നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തിരുന്ന് എല്ലാവരും കൂടിയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ പത്തില തോരൻ കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.